നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതെ, കശ്മീരിനെക്കുറിച്ച് തന്നെ. പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ സംഘർഷങ്ങളുടെ യഥാർത്ഥ കാരണമെന്താണ്? നമുക്ക് അതിന്റെ ചരിത്രത്തിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. ഈയൊരു വിശേഷണം, ഇന്ത്യയുടെ തീരാത്ത തലവേദന. എന്തുകൊണ്ടാണ് കാശ്മീരിനെ ഇങ്ങനെ വിളിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ അതിന്റെ ചരിത്രത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം. നമുക്ക് ആ ചരിത്രത്തെ ഒരു 3 പ്രധാന ഘട്ടങ്ങളായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോ നമ്മുടെ ഒന്നാം ഘട്ടം, ലയനവും പ്രത്യേക പദവിയും. കഥയുടെ തുടക്കം ഇവിടെ നിന്നാണ്. 1947 ഇന്ത്യ എന്ന രാജ്യം പിറവിയെടുക്കുന്ന ആ ഒരു കാലം. അന്ന് കശ്മീരിന്റെ ഭാവി എന്താകുമെന്ന് തീരുമാനിക്കപ്പെട്ട നിർണായകമായ വർഷങ്ങൾ. അപ്പൊ നോക്കൂ, 1947 ഒക്ടോബർ, പാകിസ്ഥാന്റെ പിന്തുണയോടെ ഒരു ഗോത്രവർഗ ആക്രമണം നടക്കുകയാണ്. ആ ഒരു പ്രതിസന്ധിയിലാണ് അന്നത്തെ രാജാവായിരുന്ന ഹരി സിംഗ് ഇന്ത്യയുമായി ചേരാനുള്ള ആ ലയണക്കരാറിൽ ഒപ്പുവെക്കുന്നത്. പക്ഷേ ഇത് രാജാവിന്റെ മാത്രം തീരുമാനമായിരുന്നില്ല. കാശ്മീരിലെ ഏറ്റവും ജനകീയനായ നേതാവായിരുന്നു ഷെയ്ഖ് അബ്ദുള്ള. അദ്ദേഹവും ഇതിനെ പിന്തുണച്ചു. കാരണം ഇന്ത്യയുടെ മതേതര ജനാധിപത്യത്തിലായിരുന്നു അദ്ദേഹത്തിന് വിശ്വാസം. ഈയൊരു ലയനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് 1950 ആർട്ടിക്കിൾ 370 വരുന്നത്. അതുവഴി കാശ്മീരിന് ഒരു പ്രത്യേക പദവി ലഭിച്ചു. 1952 ഡൽഹി കരാറോടെ രാജഭരണത്തിനും അവസാനമായി. എല്ലാം ഒരു നല്ല തുടക്കമായി തോന്നിയല്ലേ? പക്ഷേ അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ് വരുന്നത്. 1953 ഷെയ്ഖ് അബ്ദുള്ളയെ അറസ്റ്റ് ചെയ്തു. ഇത് വരാനിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു തുടക്കം മാത്രമായിരുന്നു. അപ്പോൾ എന്തായിരുന്നു ഈ ആർട്ടിക്കിൾ 370? പലരും കേട്ടിട്ടുണ്ടാവും, പക്ഷെ എന്താണിത് ശരിക്കും? സിമ്പിളായി പറഞ്ഞാൽ, കശ്മീരിനൊരു പ്രത്യേക സ്വയംഭരണ പദവി നൽകുന്നൊരു ഭരണഘടനാ വകുപ്പായിരുന്നു അത്. അതായത് കശ്മീരിന് സ്വന്തമായി ഒരു ഭരണഘടനയും പതാകയും വരെ ഉണ്ടാകാമായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം, ഈ 3 കാര്യങ്ങളിലൊഴികെ മറ്റെന്ത് നിയമം ഇന്ത്യൻ പാർലമെന്റിന് അവിടെ നടപ്പാക്കണമെങ്കിലും കശ്മീർ സർക്കാരിന്റെ അനുവാദം വേണമായിരുന്നു. ഇത് കശ്മീരിനെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാക്കി. ഇനി നമ്മൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അസ്ഥിരതയുടെ കാലഘട്ടം. തുടക്കത്തിൽ കണ്ട ആ ഒരു വിശ്വാസവും ധാരണയുമൊക്കെ പതിയെ ഇല്ലാതാവാൻ തുടങ്ങി. കേന്ദ്രവും കശ്മീരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണു. എങ്ങനെയാണ് ആ വിശ്വാസം പതിയെ പതിയെ തകർന്നുപോയതെന്ന് നമുക്ക് നോക്കാം. 1953 ഷെയ്ഖ് അബ്ദുള്ളയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കാര്യങ്ങൾ ആകെ മാറി. കേന്ദ്ര സർക്കാർ കശ്മീരിലെ രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇടപെടാൻ തുടങ്ങി. കശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക അധികാരങ്ങൾ ഓരോന്നായി കുറച്ചുകൊണ്ടുവന്നു. സുപ്രീം കോടതിയുടെയും ഇലക്ഷൻ കമ്മീഷന്റെയും ഒക്കെ അധികാരം കാശ്മീരിലേക്കും വ്യാപിപ്പിച്ചു. ഏകദേശം 22 വർഷങ്ങൾക്ക് ശേഷം 1975 ഇന്ദിരാഗാന്ധിയുമായുള്ളൊരു കരാറിലൂടെ ഷെയ്ഖ് അബ്ദുള്ള മുഖ്യമന്ത്രിയായി തിരിച്ചെത്തിയെങ്കിലും പഴയ കശ്മീരായിരുന്നില്ല അത്. അധികാരത്തിന്റെ സമവാക്യങ്ങളെല്ലാം അപ്പോഴേക്കും മാറിയിരുന്നു. എന്നാൽ അതിലും വലിയൊരു തിരിച്ചടി വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1984 ഷേഖ് അബ്ദുള്ളയുടെ മകനായ ഫറൂഖ് അബ്ദുള്ളയായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ സർക്കാരിനെ കേന്ദ്രം ഗവർണറെ ഉപയോഗിച്ച് പിരിച്ചുവിട്ടു. ഇത് കാശ്മീരി ജനതയുടെ മനസ്സിൽ വലിയൊരു മുറിവുണ്ടാക്കി. ഇന്ത്യൻ ജനാധിപത്യത്തിൽ അവർക്കുണ്ടായിരുന്ന വിശ്വാസത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു അത്. ഇനി നമ്മൾ മൂന്നാം ഘട്ടത്തിലേക്ക് വരികയാണ്. കലാപത്തിന്റെ ഉദയം. കേന്ദ്ര സർക്കാരിന്റെ തുടർച്ചയായ ഇടപെടലുകൾ ഉണ്ടാക്കിയ അവിശ്വാസം ഒരു പൊട്ടിത്തെറിയിലേക്കെത്തുകയായിരുന്നു. ഇന്നത്തെ കശ്മീരിന്റെ മുഖം മാറ്റിവരച്ച ആ താഴ്വരയെ ഒരു സംഘർഷഭൂമിയാക്കി മാറ്റിയ സംഭവങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. 1987 തിരഞ്ഞെടുപ്പ്. അതായിരുന്നു എല്ലാത്തിനും തിരികൊളുത്തിയത്. 2 പ്രധാന മുന്നണികളാണ് അന്ന് മത്സരിച്ചത്. ഒരു വശത്ത് ഫറൂഖ് അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ചേർന്ന സഖ്യം, മറുവശത്ത് പല ചെറിയ ഗ്രൂപ്പുകളും വിഘടനവാദികളും ചേർന്നൊരു പുതിയ മുന്നണി, മുസ്ലിം യുണൈറ്റഡ് ഫ്രണ്ട് അഥവാ MUF. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഫലം വന്നപ്പോൾ താഴ്വരെ ആകെ ഇളകിമറിഞ്ഞു. ഭരണകക്ഷി തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ കൃത്രിമം കാണിച്ചു എന്നൊരു ശക്തമായ ആരോപണമുയർന്നു. ജനങ്ങളുടെ വോട്ട് അട്ടിമറിക്കപ്പെട്ടു എന്നും ശരിക്കും ജയിക്കേണ്ടിയിരുന്ന MUF സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചതാണെന്നും ആളുകൾ വിശ്വസിച്ചു. ഈ ഒരൊറ്റ തിരഞ്ഞെടുപ്പ് കശ്മീരിലുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ ഭീകരമായിരുന്നു. ഒന്നാമത്തെ കാര്യം, ജനാധിപത്യത്തിലുള്ള വിശ്വാസം, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ അത് പൂർണ്ണമായും തകർന്നുപോയി.
രണ്ടാമതായി, വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, ബാലറ്റ് കൊണ്ട് മാറ്റം വരില്ല എന്ന് ചിന്തിച്ച ഒരു തലമുറ തോക്കിന്റെയും ബുള്ളറ്റിന്റെയും വഴി തിരഞ്ഞെടുത്തു. ഈ മാറ്റം എത്രത്തോളം വലുതായിരുന്നു എന്നറിയാൻ ഒരൊറ്റ ഉദാഹരണം മതി. 1987 തെരഞ്ഞെടുപ്പില് MUFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളായിരുന്നു യൂസഫ് ഷാ. തിരഞ്ഞെടുപ്പിൽ തോറ്റ അതേ യൂസഫ് ഷായാണ് പിന്നീട് ഹിസ്ബുൾ മുജാഹിദീൻ എന്ന തീവ്രവാദ സംഘടനയുടെ തലവനായ സയ്യിദ് സലാഹുദ്ദീനായി മാറിയത്. ഒന്നാലോചിച്ചു നോക്കൂ, ജനാധിപത്യത്തിൽ വിശ്വസിച്ച് വോട്ട് ചോദിച്ച ഒരാൾ അതേ ജനാധിപത്യത്തിനെതിരെ പോരാടുന്ന ഒരു സംഘടനയുടെ തലവനാകുന്നു. ഇതുപോലെ തന്നെ അന്ന് യൂസഫ് ഷായുടെ ഇലക്ഷൻ ഏജന്റായി പ്രവർത്തിച്ച യാസിൻ മാലിക് പിന്നീട് JKLF എന്നറിയപ്പെടുന്ന മറ്റൊരു സംഘടനയുടെ നേതാവായി. ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും എന്നതിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണങ്ങളാണിത്. അങ്ങനെ 1989 ആയപ്പോഴേക്കും പാകിസ്ഥാന്റെ സഹായത്തോടെ കാശ്മീരിൽ സായുധ കലാപം തുടങ്ങി. സർക്കാർ ഓഫീസുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. 1990 ന്യൂനപക്ഷമായിരുന്ന കാശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങൾ നടന്നു. ഇത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടപലായനത്തിന് കാരണമായി. ഇതോടെ ഇന്ത്യൻ സൈന്യം രംഗത്തിറങ്ങി. AFSPO പോലുള്ള കടുത്ത നിയമങ്ങൾ നടപ്പിലാക്കി. താഴ്വര ഒരു യുദ്ധക്കളമായി മാറി. അപ്പോ ഇത്രയും രക്തച്ചൊരിച്ചിലുകൾ നിറഞ്ഞ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് എന്തു പാഠമാണ് പഠിക്കാനുള്ളത്? എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കശ്മീർ ഒരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്? നോക്കൂ, ഇന്ത്യ ഇതിനു മുൻപും വലിയ ആഭ്യന്തര വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട്. പഞ്ചാബിലെ തീവ്രവാദത്തെ നമ്മൾ അവസാനിപ്പിച്ചു, അവിടെ സമാധാനം കൊണ്ടുവന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിഘടനവാദികളുമായി ഇപ്പോഴും സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ കശ്മീരിലെ കാര്യം മാത്രം അതൊരു ചോദ്യമായിട്ട് ഇന്നും ബാക്കി നിൽക്കുന്നു. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നാനാത്വത്തെ ബഹുമാനിക്കാതെ ജനാധിപത്യപരമായ ചർച്ചകൾക്കു പകരം എപ്പോഴും ശക്തി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അത് വിഘടനവാദത്തിന് വളം വയ്ക്കുകയുള്ളൂ. മറ്റു പലയിടത്തും വിജയിച്ച ജനാധിപത്യപരമായ സംഭാഷണങ്ങൾ കശ്മീരിൽ എവിടെയോ വെച്ച് വഴിമുട്ടിപ്പോയി. അപ്പൊ നമ്മൾ തുടങ്ങിയ ആ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. എന്തുകൊണ്ടാണ് കശ്മീർ ഇന്നും ഒരു ചോദ്യചിഹ്നമായി തുടരുന്നത്? ഒരുപക്ഷെ ജനാധിപത്യത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ജനതയെ എങ്ങനെ തിരികെ കൊണ്ടുവരാമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുന്നതുവരെ കശ്മീർ ആ ചോദ്യചിഹ്നമായി തന്നെ തുടർന്നേക്കാം. കശ്മീരിന്റെ ചരിത്രം വളരെ സങ്കീർണമാണല്ലേ? അതിലെ ഓരോ സംഭവത്തിനും ഓരോ തീരുമാനത്തിനും വലിയ പ്രത്യാഘാതങ്ങളുണ്ടായിരുന്നു. ഈ ചരിത്രം മനസ്സിലാക്കുന്നത് ഇന്നത്തെ കശ്മീരിനെ മനസ്സിലാക്കാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഒരു നോട്ടിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടതിനുശേഷം അതൊന്ന് വായിച്ചു നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. നന്ദി.